7ാമത്തെ ദിവസമാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടത്. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ അതിനുശേഷവും അനുദിനവും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ, പ്രത്യേകിച്ച് പരിചയമുള്ളൊരു തിയേറ്റർ ആയപ്പോഴും അവിടെ മിക്ക ദിവസവും പോകുന്നത് കൊണ്ട് ആ കാഴ്ച കണ്ടപ്പോൾ പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ എപ്പിസോഡ് കൂടി ഇങ്ങനെ ചെയ്യാൻ കാരണം. എന്താ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച? സാധാരണ പറയാറുണ്ട്, സ്ത്രീകൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ വിജയിക്കും, അതല്ലെങ്കിൽ കുട്ടികൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ വിജയിക്കും. കാരണം ഈ രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടാൽ അവരോടൊപ്പം സ്ത്രീയോടൊപ്പം കുഞ്ഞുണ്ടായിരിക്കും, ഭർത്താവ് ഉണ്ടായിരിക്കും. കുട്ടിക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ അച്ഛനും അമ്മയും എന്തായാലും കൂടെ ഉണ്ടായിരിക്കും. മറ്റൊരു അംഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മിനിമം 5 പേരെങ്കിലും ആ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സിനിമ കാണാൻ വരുമ്പോഴോ വീട്ടിൽ പ്രായമുള്ളവർ സിനിമ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാലും അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തി അവിടെ ഇരുത്താറാണ് പതിവ്. ഇവിടെ കാണുന്ന കാഴ്ച അങ്ങനെയല്ല. ഇവിടെ കുടുംബസമേതം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ തന്നെ കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിലെ പ്രായമായ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അടക്കമുള്ളവർ വരെ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതന്വേഷിക്കാനാണ് രണ്ടാമത് ഞാൻ സിനിമ കാണാൻ പോയത്. രണ്ടാമത് സിനിമ കാണാൻ പോയത് കേട്ടത് നിജമാണ്.